ശ്രീ സതീഷ് വസന്ത്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ BJPയുടെ വിജയമാണെങ്കിലും ആലപ്പുഴ CPIM-ന് ഒരു കാലത്ത് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട്, ആറ്റിങ്ങലിൽ V മുരളീധരൻ പല ഇടത് കോട്ടകളിലും നടത്തിയ മുന്നേറ്റം. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് CPM-ന്റെ കേഡർ വോട്ടുകൾ പോലും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കേഡർ വോട്ടുകൾ പോലും BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ BJP നടത്തുന്ന മുന്നേറ്റം, ആലപ്പുഴയിൽ നടത്തുന്ന മുന്നേറ്റമെല്ലാം ഇതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമായി നേരത്തെ നന്ദു സൂചിപ്പിച്ചതുപോലെ ഈ ഭീകരശക്തികളെ താലോലിക്കുന്നത് അല്ലെങ്കിൽ ഭീകരശക്തികളെ കൂടെ കൂട്ടിയത് നിങ്ങൾക്ക് വിനയായി എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്താം. നോക്കൂ, അത് ഞാൻ അതിലേക്ക് വരാം. അതിന് ബഹുമാനപ്പെട്ട വസന്ത തെങ്ങമ്പള്ളി പറഞ്ഞ ഒരു കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ന്യൂനപക്ഷത്തിനെയും അതുപോലെ തന്നെ ഭൂരിപക്ഷത്തിനെയും ഒരുപോലെ താലോലിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷം. 100% അങ്ങനെയാണെന്നേ. നമുക്ക് ന്യൂനപക്ഷത്തിനെയും സംരക്ഷിക്കണം, ഭൂരിപക്ഷത്തിനെയും സംരക്ഷിക്കണം. അല്ലല്ല, ഞാൻ നിങ്ങളില്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് നേരത്തെ PMC വന്നപ്പോഴത്തേക്ക് എന്താണ് പറഞ്ഞത്? ഭൂരിപക്ഷ ആൾക്കാർ ഇത് ചെയ്യുന്നു. BJPയും CPM-ആയിട്ട് ഭയങ്കര ബാന്ധവമാണ്. ഇവിടെ എന്ത് ബാന്ധവം? ഒരു ബാന്ധവവും ഇല്ലെന്നേ. ഞാനിത് പറഞ്ഞത് ഇപ്പോൾ ബഹുമാനപ്പെട്ട നന്ദു പറഞ്ഞ പോലെ, ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചിട്ടാണെങ്കിൽ ഇപ്പം ആരുടെ കയ്യിലാണ് അവിടെ തൃശ്ശൂർ ഇരിക്കുന്നത്? നിങ്ങൾ നോക്കൂ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷനൊക്കെ നിങ്ങൾ പരിശോധിക്കൂ, നോക്കൂ. അവിടെ എന്താണ് പറഞ്ഞത്? സുരേഷ് ഗോപി ആദ്യം വന്നപ്പോൾ എന്താണ് ഇവിടെ ബാഴ്സലോണ ആക്കുമെന്ന്. 1.5 വർഷമായല്ലോ, ഒരു ബാഴ്സലോണ സിറ്റി അവിടെ ആക്കിയില്ലല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇവർ പിടിച്ചിട്ടുണ്ട്, നമുക്ക് പോയിട്ടുണ്ട്, ഇല്ലയെന്നല്ല. അത് കുറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് വെറും 6, 7, 15 വോട്ടുകൾക്കാണ് പല സ്ഥലത്തുള്ള വ്യത്യാസം. ഒരു 8, 10, 12 സീറ്റിൽ അങ്ങനെയാണ് നമുക്ക് പോയിട്ടുള്ളത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അങ്ങനെയാണ് പോയിട്ടുള്ളത്. എന്നും പറഞ്ഞ് എൻ്റെ ഇടതുപക്ഷം അഹങ്കരിക്കുകയെന്നല്ല, അത് നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വീഴ്ച നമുക്ക് എവിടെയാണ് പറ്റിയിട്ടുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, പ്രാദേശിക തലത്തിൽ കുറച്ച് കാര്യങ്ങളൊന്നും ബഹുമാനപ്പെട്ട CPM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് അത് സമ്മതിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ അത് നമ്മൾ ക്യൂർ ചെയ്തുകൊണ്ട് തന്നെ ഒരു സംവിധാനം പോവും, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതിൽ അടിയുറച്ച് തന്നെ വിശ്വസിക്കുന്നു. ഒരു വർഗീയ ശക്തിയായിട്ടും ഒരു മതത്തിന് അങ്ങനെ ആണെങ്കിൽ ബഹുമാനപ്പെട്ട നന്ദു ഒന്ന് ആലോചിക്കണം. ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന, ജാതി സംഘടനയിലെ NSS, SNDP, അവരെല്ലാം ഇടതുപക്ഷത്തിൻ്റെ കൂടെ ലയിക്കണം. അവർ അങ്ങനെ പ്രീണനം, ഭൂരിപക്ഷത്തിന് പ്രീണനാണെങ്കിൽ അവർ നമ്മളെ കൂടെ നിൽക്കൂ. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭകൾ, ക്രിസ്ത്യൻ മിഷനേഴ്സ് ഏറ്റവും കൂടുതൽ അവിടേക്ക് എവിടെയാണ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ. അല്ല, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പ്രാദേശിക പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ പറയുന്ന വെച്ചാൽ എല്ലാ കാലത്തും എല്ലാം ജയിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം ചില പ്രശ്നങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് എവിടെയാണ് പാലിച്ചാൻ പറ്റിയിട്ടുണ്ട്. ഇടതുപക്ഷം നിങ്ങൾ പറയും പോലെ ഞാൻ പറയും വർഗീയ പാർട്ടികളുമായിട്ട് കൂട്ടുപിടിച്ചെങ്കിൽ നമ്മളിപ്പോൾ വീണ്ടും വരണമല്ലോ. അങ്ങനെ നമ്മൾ പോയിട്ടില്ലല്ലോ. അപ്പോൾ ഇടതുപക്ഷത്തിന് അതിൻ്റേതായ രീതിയിലുണ്ട്. അത് ഒരു കാരണവശാലും ഭൂരിപക്ഷ വർഗീയതയോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയോ നമ്മൾ പ്രീണിപ്പിക്കില്ല. അത് പ്രീണനം വേണ്ട. അങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ഭരണ സംവിധാനം വേണ്ട. പിന്നെ എന്തിനാണ് ഈ SDP-യുമായി സഖ്യം ചേർന്ന് പല പഞ്ചായത്തുകൾ എവിടെയാണ് പഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയിലെ? ഞാൻ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് കാര്യങ്ങൾ എന്നത് അവിടുത്തെ എന്ന് പറയുന്നത് പ്രാദേശിക കാര്യങ്ങൾ. അവിടെ തന്നെയല്ല ഒരു ഭീകര സംഘടനയായിട്ട്. അല്ല, ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ബഹുമാനപ്പെട്ട ഇപ്പം അനന്ത് പറഞ്ഞല്ലോ, ഈ അടച്ചിട്ട റൂമിൽ സംസാരിച്ചു. അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സമ്മതിക്കില്ലല്ലോ. അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു നമ്മൾ സംസാരിച്ചു, അദ്ദേഹം വന്ന് നമുക്ക് വോട്ട് നമുക്ക് മുന്നിലൂടെ പോയത്. ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ് സമ്മതിച്ചല്ലോ. അദ്ദേഹം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല, പത്രക്കാരുടെ മുന്നിലൂടെ. അത് ഒളിച്ചൊന്നും അല്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് 100% അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവർ നമുക്ക് സഹായം ചെയ്യാന്ന് പറഞ്ഞു. ആ സഹായം നമുക്ക് വേണ്ട എന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അപ്പം അതിലൊന്നും ഒരു വിചാരം വേണ്ട. പിന്നെ ഭരണവികാരം എന്നൊക്കെ പറയുന്നത് തെറ്റാവുന്ന നടപടിയാണ്. ഭരണവികാരമൊന്നുമല്ല. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പ്രാദേശിക ഭാഷ. ഇപ്പം നിങ്ങൾ പറഞ്ഞ ശബരിമല വിഷയമൊക്കെ ഇപ്പോൾ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. അത് ഹൈലൈറ്റായിട്ട് ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശബരിമല വിഷയമൊന്നും ഏശാനേ പോകുന്നില്ലെന്ന മുഖ്യമന്ത്രി. അല്ല, ശബരിമല ഏശാന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ എങ്ങനെയാണ് പറഞ്ഞത്? അങ്ങനെ തെറ്റ് ചെയ്തിട്ടുള്ളവരെല്ലാം ഇന്ന് ജയിലിൽ കിടക്കുന്നു. ആ ഒരു കോൺടെസ്റ്റിലാണ് അദ്ദേഹം. ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടല്ലേ? അല്ല, ഹൈക്കോടതി നേരത്തെ ഉണ്ടല്ലോ, ഹൈക്കോടതി ബെഞ്ചുകൾ നേരത്തെ ഉണ്ടല്ലോ. നിങ്ങൾ പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക ബെഞ്ചുണ്ട്. അത് ഈ സർക്കാർ ഉണ്ടാക്കിയൊന്നുമല്ല, അത് നേരത്തെ ഉള്ളതെന്ന്.
അത് ദേവസ്വം ബോർഡാണ് ആ ഇതൊക്കെ അമ്പലങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നിലപാട് വ്യക്തമാണ്. ഞാൻ